ഇന്ന് മനുഷ്യൻ ജീവിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ആരോഗ്യത്തെ ഭയപ്പെട്ട, മരുന്ന് കഴിക്കുന്നതിനൊന്നും ഞാനിതിലൊന്നുമല്ല, പക്ഷേ അങ്ങ് പേടിച്ച്, പേടിയല്ലേ മനുഷ്യന്. നമ്മുടെ നല്ലൊരു ശതമാനം രോഗങ്ങളുടെയും കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള പേടിയാണ്. പല രോഗങ്ങളും വരുത്തി വെക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ചുള്ള പേടിയാണ്. ചാകുമെന്നുള്ള പേടിയാണ് പല ആളുകൾക്ക്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്, ഇല്ലേ? ഇപ്പോൾ ആൺപിള്ളേർ പോലും സലൂണിൽ നിന്ന് ഇറങ്ങത്തില്ല. പെൺപിള്ളേർ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ ആണുങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈയിടെ ഞാൻ ആരോട് പറഞ്ഞു കേട്ടു. എന്തുവാ സലൂണിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന മണി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ്? സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള പേടി, ആരോഗ്യം നഷ്ടപ്പെടുമെന്നുള്ള പേടി. പേടിച്ച മനുഷ്യൻ ജീവിക്കുന്നത്. ഇതൊന്നും വേണ്ട, ഭാവിയെക്കുറിച്ചുള്ള പേടിയാണ് നമ്മളെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. എൻ്റെ ഭാവി അങ്ങനെ ആയിത്തീരും, എൻ്റെ പിള്ളേരുടെ ഭാവി അങ്ങനെ ആയിത്തീരും, അവർ പഠിക്കും, അവരുടെ പഠിത്തം, പിള്ളേരുടെ പഠിത്തം എന്തോരം കഷ്ടമായി പിള്ളേരെ ഈ ആവശ്യമില്ലാത്തതെല്ലാം പഠിപ്പിച്ചു വിടുന്നത്. ഞാൻ പലപ്പോഴും എല്ലാ മീറ്റിങ്ങിനും പറയുന്നൊരു കാര്യമുണ്ട്, അത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമായതുകൊണ്ടാണ്. നമ്മുടെ നഷ്ട സ്വപ്നങ്ങൾ പിള്ളേരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഈ പിള്ളേരെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആകുന്നത്. എനിക്കോ എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല, എൻ്റെ പിള്ളേരെങ്കിലും എഞ്ചിനീയർ ആകണം. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, എൻ്റെ പിള്ളേരെങ്കിലും ഇംഗ്ലീഷ് പറയണം. ഇതൊക്കെ നമ്മുടെ നഷ്ട സ്വപ്നങ്ങൾ ഈ പിള്ളേരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. പിള്ളേർക്കൊരു കപ്പാസിറ്റി ഉണ്ട്, അതനുസരിച്ചല്ല ജീവിക്കാൻ പറ്റുള്ളൂ, അതനുസരിച്ചല്ല പിള്ളേർ പഠിക്കാൻ പറ്റുള്ളൂ. എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ഒരു കൊച്ചു ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഏതാണെങ്കിലും ശുഭ്രയെ വിളിച്ചു, ടെലിഫോൺ ചെയ്തു, ഐ എം ഗോയിങ് ടു ഡൈ. ഇവൾ പെട്ടെന്ന് ഫോൺ താത്ത് വെച്ചിട്ട് പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞു. അവളുടെ മറ്റൊരു കൂട്ടുകാരെ വിളിച്ചു, സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പേടി എന്നാ, എക്സാം തോക്കുമോ നമുക്കൊരു പേടി, തോറ്റു കഴിഞ്ഞാൽ അമ്മ തല്ലിക്കൊല്ലും, അതിനേക്കാളും നല്ലതല്ല തന്നെ ജാകുന്ന കൊച്ചി ചിന്തിച്ച്. ജെസ്സി അവളുടെ സ്കൂളിൻ്റെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ്. അവരൊരു മീറ്റിംഗ് കൂടിയിട്ട് ജെസ്സി അവളോട് ചോദിച്ചു, ഇനി നിൻ്റെയൊക്കെ കൊച്ചല്ല ഇത്രേ പഠിക്കുള്ളൂ, നീ എന്നെ IAS കാരിയാണെന്ന് ചോദിച്ചു. നീ ആണെങ്കിൽ IAS കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്ന്, എൻ്റെയൊക്കെ കൊച്ചല്ലേ ഇത്രയൊക്കെ പഠിക്കത്തുള്ളൂ, അത് മതി നോക്കണമെന്നും. അല്ലെന്താ നമ്മുടെയൊക്കെ ചിന്ത കഴിഞ്ഞാൽ നമ്മൾ IAS കഴിഞ്ഞിട്ടായി പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നുള്ളത് നമ്മുടെ ചിന്ത. നമ്മുടെ പിള്ളേർ അത്രയും പഠിച്ച് അങ്ങോട്ട് കയറിയില്ലെങ്കിൽ എന്തോ പറ്റും? ഒന്നും പറ്റാനില്ല പ്രിയമുള്ളവരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പിള്ളേർ IIT M.Tech കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോയി PhD എടുത്തിട്ട് ജർമ്മനി പോയി വലിയൊരു കമ്പനിയിലെ ചീഫ് എഞ്ചിനീയറായി നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതാണ് മീൻകൊട്ട എടുത്തുകൊണ്ട് നടന്ന് സ്വർഗത്തിൽ പോകുന്നത്. ഐ എം നോട്ട് ജോക്കിംഗ്. നമ്മുടെ പിള്ളേരെ, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവരെ നരകത്തിൽ പോകാതെ നോക്കണം ആദ്യം. അല്ലാതെ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ആ പിള്ളേരെ നരകത്തിൽ പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് അറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല, അതിനേക്കാൾ വലിയ സന്തോഷം വേണ്ട. ഓരോ പിള്ളേരുടെ കപ്പാസിറ്റി ഉണ്ട്, അതനുസരിച്ച് പഠിക്കട്ടെ, അത്രയും മതി. പിള്ളേർ പഠിക്കാൻ തുടങ്ങുന്നത് ഒന്നാമത്തെ കാര്യം. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ വീട്ടിലായതൊന്നും കേട്ടിട്ടില്ല. പടിയടി എന്നൊന്നും എൻ്റെ വീട്ടിൽ കേട്ടിട്ടൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ റാങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് ഇന്ന് പോലെ കേട്ടിട്ടില്ല. റാങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിള്ളേർ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടുമ്പോഴത്തേക്ക് ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് ചോദിച്ചാൽ ഒപ്പിടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിനകത്ത് ഞാൻ കൺസേൺഡ് അല്ലാന്ന് പിള്ളേർ ചിന്തിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അങ്ങനെ പഠിപ്പിച്ചിട്ടുമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വെറുതെ കയറി പറയുന്നൊന്നുമല്ല. ഞാനിത് എൻ്റെ ഭവനത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഭാവിയെക്കുറിച്ച് എന്തോന്ന് ആശങ്ക, നിങ്ങൾ എന്തോന്ന് വിശ്വാസമാണ് നമുക്ക് പിന്നുള്ളത്? നമ്മൾ ഇത്രയും നാൾ ജീവിച്ചില്ലേ? ഏതാണ് ഉണ്ടായിട്ടാണോ ജീവിച്ചത്? അതുമല്ലല്ലോ. ഞാൻ ഈ ഗൾഫിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, എവിടെ നിന്നെങ്കിലും ഒരു ITIയും കഴിഞ്ഞേച്ച്, അതാ മാക്സിമം അവിടുത്തെ പഠിത്തം, ഒരു ITIയും കഴിഞ്ഞേച്ച് അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്കും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന നിങ്ങൾ ഈ മരുഭൂമിയിൽ വന്നപ്പോൾ ഒന്നും അതും ഇല്ലാതെ, അത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞതാണ്, ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ മരുഭൂമിയിൽ വന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി. ദൈവം നിങ്ങളെ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് പുലർത്തിയെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള പിള്ളേരെ ദൈവം പുലർത്തുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്നാ കഴിയാത്തേ? പിന്നെ നിങ്ങൾ എന്തോ വലിയ സാക്ഷ്യം, ഞാനൊന്നുമില്ലാത്തവളാ ഇവിടേക്ക് വന്നു കർത്താവിനെ ഒത്തിരി സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിറച്ചുകൊണ്ട് സാക്ഷിയൊക്കെ പറഞ്ഞത് എന്തർത്ഥമാണ്? ഒന്നുമില്ലാത്തവരായ നിങ്ങളെ ഇത്രയും കർത്താവ് സഹായിച്ചെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ അതേ ദൈവം തന്നെ സൂക്ഷിച്ചോളുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഭീതിയുള്ളവരാണ്. നിങ്ങൾ ദൈവശബ്ദം കേട്ടിട്ടില്ല പ്രിയമുള്ളവരെ. ദൈവശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ദൈവഭയമാണ്, അല്ലാതെ ഭാവിയെക്കുറിച്ചുള്ള ഭയമല്ല, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളല്ല. പിന്നെ വേറൊരാളെ നമുക്ക് ഭയങ്കര പേടിയാണ്, പിശാചിനെ. ദൈവത്തെക്കാൾ കൂടുതൽ പേടി നമുക്ക് ആരെയാ? പിശാചിനെയാണ്. ആ പേടിപ്പിക്കാൻ കുറച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, അതെടുത്തു തരാം, ഇതെടുത്തു തരാം. കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് തന്നെ വേണം. ഏതാണെങ്കിലും മണ്ണിനകത്തല്ലേ കിടക്കുന്നത്, അത് കിളിക്കത്തൊന്നുമില്ലല്ലോ. കിളിക്കുന്ന സാധനമൊന്നുമല്ല കുഴിച്ചിട്ടിരിക്കുന്നത്, അത് കിളിക്കൊക്കെ പിന്നെ വേണ്ടിയല്ല. അചേതനമായ ജീവനില്ലാത്ത ഒരു തകിടോ ചെമ്പോ മറ്റേതോ മറിച്ചതോ ഒക്കെ, അല്ലെങ്കിൽ അരിയോ പൂവോ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോണ്ടെന്ന് നിങ്ങൾ ഇന്നലെ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്. അത് നിങ്ങളെ അത് കിളിച്ച് പാമ്പായി നിങ്ങളെ തലയിലൊന്നും കയറി വരത്തൊന്നുമില്ലല്ലോ. ഇറ്റ് ഡസന്റ് ഹാപ്പൻ. എന്തിനെ കിടന്ന് പേടിക്കുന്നത്?
പിശാച് നിങ്ങളെ എന്ത് ചെയ്യാനാ? പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ, ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ ഒരു തലയിലെ രോമം പോലും താഴെ വീഴത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഒന്നുകിൽ ഈ വേദോസം പറയുന്നത് വിശ്വസിക്കണം, അല്ലെങ്കിൽ ഇതിട്ടേച്ച് പോകണം. ദൈവവചനം പറയുന്നു നിങ്ങളുടെ തലയിലെ ഒരു മുടി കൊഴിയുന്നത് പോലും ദൈവം അറിയാതെ അല്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കത്തില്ലെന്ന്. ഇതെല്ലാം നമ്മൾ വായിക്കും, പക്ഷേ ആ ഒരു ഉൾബോധ്യം ആത്മാവിൻ്റെ തലത്തിൽ നമുക്കുണ്ടാകുന്നില്ല. കാര്യം ഈ വചനം നമ്മളിൽ എന്ത് ചെയ്യുന്നില്ല? ജീവനായി പരിണമിക്കുന്നില്ല. നമ്മളുടെ ദൈവവചനം നമ്മൾ ജീവനായിട്ട് പരിണമിക്കണം. ഭയം ഒരു വലിയ കണിയാണ്. എപ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്? വിശ്വാസത്തിൻ്റെ അഭാവത്തിലാണ് ഭയം ഉണ്ടാകുന്നത്. ഫെയ്ത്ത് ഉള്ളിടത്ത് ഫിയർ ഇല്ല, ഫിയർ ഉള്ളിടത്ത് ഫെയ്ത്ത് ഇല്ല. വിശ്വാസമുള്ളിടത്ത് ഭയമില്ല, ഭയമുള്ളിടത്ത് വിശ്വാസമില്ല. ഇത് രണ്ടും കൂടി ഒരിക്കലും പോകത്തില്ല. ഫെയ്ത്ത് ഉള്ളിടത്ത് റെവറൻസ് ഉണ്ട്, പക്ഷെ ഫിയർ ഇല്ല. വിശ്വാസമുള്ളിടത്ത് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, ഭയഭക്തിയുണ്ട്, ഭക്തിയുണ്ട്, പക്ഷേ നമ്മൾ പറയുന്ന പേടിയില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഗോഡ്ലി ഫിയർ ഉള്ളവൻ വേറെ ഒന്നിനെയും പേടിക്കത്തില്ല. പേടി എന്ന് പറയുന്നത് വലിയ ഒരു കണിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ദുരന്തത്തിലാണ്. നമ്മൾ റെവലേഷൻസിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ആരെയൊക്കെയാണ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നതിനകത്ത് ആദ്യം പറയുന്ന വാക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവരും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. ആർക്കൊക്കെയാണ്? ഭീരുക്കൾ, പിന്നെ അവിശ്വാസികൾ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പാപത്തെക്കാളും വലിയ പാപമായിട്ട്, ഏറ്റവും വലിയ പാതകമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, നരകത്തിൽ പോകുന്നവൻ്റെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് ഭീരുക്കൾ, രണ്ടാമത് പറയുന്നിരിക്കുന്ന അവിശ്വാസികൾ. ഇതൊന്നും നമുക്കിന്നൊരു വിഷയവുമല്ല. ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങൾ പിശാചിനെ ഭയപ്പെട്ട് കഴിയുകയാണെങ്കിൽ, ഭാവിയെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയുകയാണെങ്കിൽ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്വർഗത്തിൽ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തെ വൈ ഇറ്റ് ഹാപ്പൻസ്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബിക്കോസ് യു ഹാവ് നോ ഫെയ്ത്ത് ഇൻ ഗാഡ്. വിശ്വാസമില്ലാത്തത് കൊണ്ട്. എങ്ങനെയുള്ള വിശ്വാസം? അദൃശ്യനായ ദൈവത്തിലുള്ള വിശ്വാസം. സാഹചര്യങ്ങൾക്കപ്പുറത്ത്, ദൃശ്യലോകത്തിനപ്പുറത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളെയും നീക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അദൃശ്യനായ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഭീതിയിൽ നിന്നാണ് പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലും, ആശ്രയത്തിൽ നിന്നല്ല. വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ആശ്രയത്തിൽ നിന്നായിരിക്കണം, അല്ലാതെ ഒരിക്കലും ഭീതിയിൽ നിന്നാകരുത്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഓൾമോസ്റ്റ് 90% ഓഫ് നമ്മുടെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്? പേടിയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ വേദപുസ്തക പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തോടു കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയത്തോടു കൂടെ എന്നുള്ളതാണ്. ദൈവാശ്രയത്തിൽ വേണം നമ്മുടെ പ്രാർത്ഥന, അല്ലാതെ ഭയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഭയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ജാതികളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നാണ്. ഗോഡ്ലി ഫിയർ, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു ചരിത്രം പെട്ടെന്ന് ഞാൻ പറയാം. 22-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുന്ന കാര്യമാണല്ലോ. അവിടെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയി. അറിയാം, അവൻ യാഗമർപ്പിക്കാൻ കത്തി ഓങ്ങി നിൽക്കുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ബാലൻ്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം അബ്രഹാമിനോട് പറയാണ്, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ദൈവത്തെ ഭയപ്പെടുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ എന്ത് ചെയ്തില്ല? മടിച്ചില്ല. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ അബ്രഹാമിന് മടിയില്ലായിരുന്നു. എന്തുകൊണ്ട്? അവൻ ദൈവത്തെ ഭയപ്പെട്ടു. എന്തു ഭയം? ഇസ്ഹാക്കിനെ കൊടുത്തില്ലെങ്കിൽ എന്നെ എങ്ങാനും ദൈവം കൊന്നു കളഞ്ഞാലോ എന്നുള്ള പേടിയാണോ? എനിക്ക് അങ്ങനെ ചിന്തയില്ല. ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ അബ്രഹാമിന് 125 വയസ്സുണ്ട് എന്ന് വെച്ചു. 25 വയസ്സുള്ള ഇസ്ഹാക്ക്. ഏകദേശം ഞാനൊരു പ്രായം പറഞ്ഞതാണ്, എക്സാക്റ്റ് പ്രായം നമ്മൾ ശരിക്കും അവിടെ എഴുതിയിട്ടില്ല. 125 വയസ്സുള്ള അബ്രഹാം, അല്ലെങ്കിൽ 120 വയസ്സുള്ള അബ്രഹാം ഈ ഇസ്ഹാക്കിനെ കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ന്യായമായും പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. ദൈവമേ, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കട്ടെ, ഞാൻ മരിച്ചോളാം. ഏതപ്പനാണെങ്കിലും അത്രയൊക്കെ പറയത്തുള്ളൂ. ഒരുമാതിരിപ്പെട്ട അപ്പന്മാരാണെങ്കിലും അത് പറയും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, നമ്മളാണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും നമ്മൾ അല്ലാതെ എന്താ പറയുന്നത്? എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത് കർത്താവേ, നീ എന്നെ വേണമെങ്കിൽ അങ്ങ് എടുത്തു എന്ന് പറയും. അപ്പോൾ ഇസ്ഹാക്കിനെ കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ കൊന്നാലോ എന്നുള്ള പേടിയൊന്നും അല്ല.
അബ്രഹാമിനുണ്ടായിരുന്ന പേടി. പിന്നെ എന്തായിരുന്നു പേടി? ഇസഹാക്കിനെ കൊടുത്തില്ലെങ്കിൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? പ്രിയമുള്ളവരെ, അതാണ് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥത്തിലുള്ള പേടി എന്ന് പറയുന്നത്. എന്ത്? ദൈവസ്നേഹം. ആ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ വേർപെട്ട് പോകുമോ എന്നുള്ള പേടി. അതാണ് ഗോഡ്ലി ഫിയർ എന്ന് പറയുന്നത്. ഭയഭക്തി പൂണ്ട് നോഹ എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി. ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, ഒരു കുടുംബനാഥൻ്റെ വലിയ കൺസേൺ എന്ന് പറയുന്നത് അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയാണ്. അവൻ്റെ ദൈവം നോഹയോട് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കുക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. അപ്പോൾ കുടുംബത്തെ രക്ഷിക്കാനാണ് ദൈവം അവനോട് പെട്ടകം പണിയാൻ പറഞ്ഞത്, അല്ലാതെ ലോകത്തെ രക്ഷിക്കാനല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ലോകത്തെ രക്ഷിക്കുന്നതിന് ദൈവത്തിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നോഹയോട് പറഞ്ഞത് നിന്റെ കുടുംബത്തെ രക്ഷിക്കാനായി നീ എന്ത് ചെയ്യണം? ഒരു പെട്ടകം പണിയണം. എന്നാൽ നോഹ മഹാമനസ്കതയുള്ളവനായതുകൊണ്ട് അവൻ എല്ലാവരെയും കയറ്റാൻ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? നീതിപ്രസംഗിയായി തീർന്നു. അതുകൊണ്ടാണ് നോഹ നീതിപ്രസംഗിയായ നോഹ എന്ന് വിളിക്കാൻ കാരണം. പക്ഷെ സംഭവിച്ചെന്താണ്? അവൻ കുടുംബത്തെ രക്ഷിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ കുടുംബത്തിൻ്റെ ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. കുടുംബത്തെ രക്ഷിച്ചു, ലോകത്തെ കുറ്റം വിധിച്ചു. ശരിക്കും കുടുംബത്തിൻ്റെ രക്ഷ അവിടെ നടന്നുള്ളൂ. എന്നാൽ അതേസമയം അവൻ്റെ പ്രസംഗം കൊണ്ട് അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. പല സമയത്തും പ്രസംഗത്തിന് 2 തരത്തിലുള്ള നീഡുണ്ട്. എന്തുകൊണ്ട് പ്രസംഗിക്കണം? ഞാൻ ആഫ്രിക്കയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയാം. ഈ ഇന്ത്യയിൽ പ്രസംഗിക്കുന്ന പ്രസംഗം ആഫ്രിക്കയിലെങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു മാനസാന്തരം ഉണ്ടാകും. കാര്യം അവർ പാവങ്ങളാണ്. ആഫ്രിക്കയിലെ ജനങ്ങളുടെ മാനസാന്തരം ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ മെസ്സേജ് കഴിയുമ്പോഴും മിക്കപ്പോഴും ആളുകൾ മുന്നിൽ വന്ന് കമണ്ണ് കിടന്ന് കരയുന്നിടത്തുനിന്ന് എണീറ്റ് പോകുമ്പോൾ അവിടെ വെള്ളം ഒഴിച്ചതുപോലെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും വലിയ കരച്ചിൽ, അത്രയ്ക്കും വലിയ അനുതാപം. കാര്യം അവരാരും ദൈവവചനം കേൾക്കാൻ സാഹചര്യം കിട്ടാത്തവരാണ്. ദൈവവചനം കേൾക്കുന്നത് ആർത്തിയോടെയാണ് എന്ന് തന്നെയല്ല, ആ ദൈവവചനം കേൾക്കുന്ന അവരുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അനുതാപമുണ്ട്. അതേ പ്രസംഗം ഇവിടെ പെന്തിക്കോസുകാരുടെ ഇടയ്ക്ക് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കാറ്റിന് കല്ല് പിടിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്. അപ്പോൾ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനായി മെനക്കെട്ട് മലയാളികളുടെ ഇടയ്ക്ക് വന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുമുണ്ട്, എന്ത് കാര്യത്തിനായി കിടന്ന് മെനക്കെട്ട് പ്രസംഗിക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടി? അതുകൊണ്ട് തന്നെ പല സമയത്തും പല സ്ഥലങ്ങളിലും വിളിക്കുമ്പോൾ പോകാൻ എനിക്ക് മനസ്സില്ലാതെ ഞാൻ നിഷേധിച്ചിട്ടുമുണ്ട്, പോകാതെ ഇരുന്നിട്ടുമുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രസംഗത്തിന് ദൈവം പ്രസംഗിക്കാൻ പറയുന്നത് തന്നെ 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, പ്രസംഗം 2 കൂട്ടരോടാണ്. ഒന്ന്, പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുന്നവരോട്. 2, പ്രസംഗം കേട്ടിട്ടും രക്ഷിക്കപ്പെടാത്തവരോട്. ഞാനൊരിക്കൽ 2000 മാൾവ എക്സ്പ്രസ്സിൽ പഞ്ചാബിലൂടെ യാത്ര ചെയ്യുക. അപ്പോൾ ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. പഴയ നിയമത്തിലൊരു വാക്യം എൻ്റെ മനസ്സിൽ വന്നു, മനുഷ്യപുത്ര, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പ്രസംഗിക്കണം. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കേൾക്കാഞ്ഞാൽ ഞാൻ എന്തിനാണ് പ്രസംഗിക്കുന്നത്? അവർ കേൾക്കുകയാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ട്, നിനക്കും സന്തോഷമുണ്ട്, എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ കേൾക്കാത്തവൻ്റെ അടുത്തിട്ട് പിന്നെയും പോയി പറഞ്ഞിട്ട് കാര്യം എന്താ? അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, ഒരു കുറ്റവാളിയെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എനിക്ക് അവൻ്റെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഒരു ജഡ്ജിയും കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാതെ എന്ത് ചെയ്യത്തില്ല? ശിക്ഷ വിധിക്കത്തില്ല.